Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് സമോസക്കും സ്പ്രിംഗ് റോളിനൊക്കെ പറ്റിയിട്ടുള്ള ഷീറ്റ് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് വളരെ പെട്ടെന്ന് ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനിയിപ്പോൾ റമദാനൊക്കെ അല്ലേ വരുന്നത്, ആ ടൈമൊക്കെ എന്തായാലും വീട്ടിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കും. മിക്കവാറും സമൂസയും സ്പ്രിംഗ് റോളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ആ സമയത്തൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓയിലൊക്കെ ഫ്ലോറിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കൈവച്ച് തന്നെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴക്കണം. ഒട്ടും തന്നെ ലൂസാക്കി കുഴക്കരുത്. കുറച്ച് നല്ല ടൈറ്റിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ടൈറ്റിലുമാണ്, എന്നാൽ അത്യാവശ്യം നല്ല സോഫ്റ്റുമാണ്. കണ്ടോ, ഇങ്ങനെ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഇവിടെ മൂടി വെക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നെടുത്ത് ഒരു സർഫേസിലിട്ട് ഒന്ന് റോൾ ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഏകദേശം ഒരു പൂരിനേക്കാളൊക്കെ കുറച്ച് വലുപ്പത്തിൽ ഇതൊന്ന് ഒരേപോലുള്ള പീസസ് ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒന്ന് ബോൾസാക്കി എടുക്കണം. ഇവിടെ ഞാനെല്ലാം ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. നല്ല തിന്നായിട്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല. ഒരു പൂരിനേക്കാളൊക്കെ കുറച്ചൊന്ന് വലിപ്പത്തിൽ ഇതൊന്ന് പരത്തിയെടുത്താൽ മതി. അങ്ങനെ ഒരു ഫസ്റ്റ് ഒരു 5 എണ്ണം നമുക്കങ്ങനെ പരത്തിയെടുക്കാം. ഞാനിവിടെ 5 ബോൾസും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു 6 എണ്ണം അവിടെ ബാക്കിയുണ്ട്. ഫസ്റ്റ് ഇതൊന്ന് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം ഒന്നെടുത്ത് അതിലേക്ക് നന്നായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആ സൈഡിലൊക്കെ നന്നായിട്ട് വരുന്ന വിധത്തിൽ കുറച്ച് നന്നായിട്ട് തന്നെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂക്കിക്കൊടുക്കണം. എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ വേണം മൈദ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിന് മുകളിലേക്ക് വേറൊരു ഷീറ്റ് എടുത്ത് വെക്കാം. അതിലും ഒന്ന് നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് മൈദ ഇട്ട് കൊടുക്കാം. ഓയിലും മൈദയൊക്കെ ഷീറ്റിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇനി ഇതിന് മുകളിൽ 3ാമത്തെ ഷീറ്റ് എടുത്ത് വെക്കാം. അതിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ 4ാമത്തെ ഷീറ്റ് വെക്കാം. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക, മൈദ ഇട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റ് ഷീറ്റും വെച്ച് കൊടുത്ത് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം ബാക്കിയുള്ള ബോൾസൊക്കെ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. 6 ബോൾസ് ഉണ്ട്. മൊത്തം 11 ബോൾസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 6 ബോൾസും ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. 2ാമത്തതും റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെച്ച് ആദ്യം നമ്മൾ പരത്തി ലെയറാക്കി വെച്ചിട്ടുള്ളത് എടുത്ത് ഒന്ന് നന്നായി റോൾ ചെയ്ത് കൊടുക്കാം. നല്ല കഴിയുന്നത്രയും വലുപ്പത്തിൽ
അത് നന്നായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഓയിലൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. നല്ല വലിപ്പത്തിൽ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിൽ കുറച്ച് വലിയൊരു തവ വെച്ച് കൊടുക്കാം. ഞാനിവിടെ പത്തലൊക്കെ ഉണ്ടാക്കുന്ന തവയാണ് വെച്ചിട്ടുള്ളത്, ഓടാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒന്ന് ഇത് ഞങ്ങൾ പരത്തിയ ഷീറ്റൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 10 സെക്കൻഡ് ഒരു സൈഡ് ഒന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് വെക്കാം. കൂടുതൽ വെക്കരുത്, ഒരു 10 സെക്കൻഡ് അങ്ങനെ വെച്ചതിന് ശേഷം അതൊന്ന് മറിച്ചിടാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് സാവധാനം ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഓയിലും പൊടിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഇളകി കിട്ടും. പിന്നെ നല്ല ചൂടാണ്, കൈക്ക് നല്ല ചൂടറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഷീറ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 10 സെക്കൻഡ് താഴെയും കുക്കായിട്ടുണ്ടാവും. അതൊന്ന് മറിച്ചിട്ട് അവിടെ നിന്നും ഒന്ന് ഇളക്കിയെടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് ഇങ്ങനെ ഓരോ ഷീറ്റായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. കയ്യിൽ നല്ല ചൂടറിയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിയെടുക്കാം. അങ്ങനെ ഓരോ ഷീറ്റും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ള ഷീറ്റാണ്, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റാണ്. അപ്പോൾ ഇതിനെയൊന്ന് നമുക്കൊന്ന് സമൂസ ഷീറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ഇത് വേണമെങ്കിൽ സ്പ്രിങ് റോളാക്കാനും സമൂസയാക്കാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇതിലെ ഓരോ ഷീറ്റും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നല്ല ലെവലാക്കി വെക്കാം. അതിനുശേഷം ഇതിൻ്റെ 4 സൈഡിൽ നിന്നും ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കാം. ഇപ്പം 4 സൈഡും കട്ട് ചെയ്ത് നല്ല സ്ക്വയർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്പ്രിങ് റോളിനാണെങ്കിൽ എനിക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ സമൂസയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ 3 പീസസായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് സമൂസക്ക് കറക്റ്റായിട്ടുള്ള ഒരളവിലുള്ള ഒരു ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴും അതുപോലെ തന്നെ ഇതിനോട് സമൂസ ഉണ്ടാക്കിയാലൊക്കെ നമ്മൾ കടയിൽ നിന്ന് ഷീറ്റ് വാങ്ങുമല്ലോ, അത് വാങ്ങിയിട്ട് ഉണ്ടാക്കുന്ന അതേ പെർഫെക്ഷനിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള സമൂസ, ഇത് ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സമൂസ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇത് ലെങ്തി ആയി പോവും, അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ കാണിക്കുന്നില്ല. ഇനി ഇതെങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നോക്കാം. റമദാനിന് മുന്നേക്ക് ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ റമദാനിലൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് സമൂസയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു സിപ്പ് ലോക്ക് കവറിൽ അതിട്ട് വെച്ച് നന്നായിട്ട് അതൊന്ന് ചെയ്ത് ഒന്ന് മടക്കി വെച്ചാൽ മതി. മടക്കി വെച്ചൊന്ന് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് കുറച്ച് സമയം മുന്നേ എടുത്തൊന്ന് പുറത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വേറൊരു നല്ല വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.